അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വില്ലനായിട്ട് വരുന്നത് മടിയാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും, നല്ല രീതിയിൽ ഇബാദത്തുകൾ ചെയ്യണമെന്ന് കൊതിയുണ്ടാകും. പക്ഷേ ശരീരം ഒരിക്കലും അനുവദിക്കില്ല. എപ്പോഴും ഒരു തളർച്ച, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്നുള്ളൊരു ചിന്ത, നമ്മുടെ പുതപ്പ് പോലും മാറ്റാൻ കഴിയാത്ത വിധം നമ്മളെ തളർത്തുന്ന ഈ അലസതയെ എങ്ങനെ മറികടക്കാം? നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് മടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? മരണം ഏത് നിമിഷവും സംഭവിക്കാം എന്ന ബോധമുള്ള ഒരാൾക്ക് സമയം വെറുതെ കളയാൻ കഴിയൂല. ഖബറിലെത്തുമ്പോൾ അവിടെ നമുക്ക് വെളിച്ചം വേണ്ടേ? ഏത് നിമിഷവും ഒരു മല ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന ജാഗ്രത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മടി പമ്പ കടക്കും. നമ്മുടെ ഈമാന് കുറയുമ്പോഴാണ് അകാരണമായ മടി നമ്മളെ പിടികൂടുന്നത്. നമുക്ക് ലഭിച്ച ആരോഗ്യവും ഒഴിവു സമയവും അള്ളാഹു തന്ന വലിയ പരീക്ഷണങ്ങളാണ്. പലരും ചോദിക്കാറുണ്ട്, വീട്ടുജോലികൾക്കിടയിൽ എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുമെന്ന്. സത്യത്തിൽ നമ്മുടെ ജോലികൾക്കിടയിലും തഹജ്ജുദ് നിസ്കരിക്കാനും 5 വക്ത് നിസ്കരിക്കാനും ളുഹാ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചെല്ലാനും സാധിക്കും. ആരോഗ്യമുള്ളപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ പിന്നീട് രോഗിയായി കിടപ്പിലാകുമ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിക്കൂല. നമ്മുടെ ഈ ചോര തിളപ്പുള്ള പ്രായം ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം പോയിട്ട് കളയരുത്. മടി എന്നത് വെറും ഒരു അലസതയല്ല, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നാൽ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന നിരാശയാണത്. നിങ്ങൾ വീട്ടുജോലികൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു ഇബാദത്തോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായ ഒരു കാര്യമോ ചെയ്യാതിരിക്കുമ്പോഴാണ് ശരീരം മൊത്തത്തിൽ തളർന്നതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. മടി മാറ്റാനുള്ള ചില വഴികൾ നമുക്ക് നോക്കാം. ചെറിയ ചുവടുകൾ, അതായത് എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒന്നിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഒരു ദിവസം ഒരു 3 മിനിറ്റെങ്കിലും ഒരു കാര്യം ചെയ്യുക. അതായത് നമ്മൾ ഖുർആൻ ഓതാൻ മടിയാണെങ്കിൽ ഒരു പേജ് മാത്രം ഓതി ശീലിക്കുക. രണ്ടാമത്തത് 5 മിനിറ്റ് നിയമം. അതായത് ഒരു ജോലി തുടങ്ങാൻ മടി തോന്നുമ്പോൾ വെറും 5 മിനിറ്റ് മാത്രം കൊണ്ട് ഞാനിത് ചെയ്യുമെന്ന് മനസ്സിനോട് പറയുക. തുടങ്ങിയാൽ പിന്നെ അത് തീർക്കാൻ എളുപ്പമാണ്. മൂന്നാമത്തത് നമ്മുടെ നഫ്സിനെ നിയന്ത്രിക്കുക. നമ്മുടെ ശരീരം എപ്പോഴും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കും. അതിനെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുക. ഒരിക്കലും ശീലമായാൽ ശരീരം നമ്മുടെ മനസ്സിനൊപ്പം നിന്നോളും. ഇനി മൊബൈൽ ഡീറ്റോക്സ്, അതായത് ഫോൺ എന്ന കെണി. നമ്മളിപ്പോൾ ഖുർആൻ ഓതാനിരുന്നാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ തോന്നുന്നത് ശൈത്താൻ്റെ വലിയ തന്ത്രമാണ്. ഇബാദത്തുകളുടെ സമയത്ത് ഫോൺ ദൂരേക്ക് മാറ്റി വെക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തില്ല, വെറും വിശ്രമം മാത്രമാണ്. ഈ ദുനിയാവിലെ കുറഞ്ഞ കാലം മാത്രമാണ് നമുക്ക് സമ്പാദിക്കാനുള്ളത്. സ്വർഗത്തിലെത്തിയാൽ പിന്നെ അധ്വാനമില്ല. ഇവിടെ ചെയ്യുന്നതിൻ്റെ മധുരഫലം അനുഭവിക്കൽ മാത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരെ നല്ലത് പഠിപ്പിക്കാനും ഈ സമയം ഉപയോഗിക്കണം. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നഫ്സിനേക്കാൾ ഉപരി റൂഹിന് വേണ്ട ഭക്ഷണം നൽകാൻ ശ്രമിക്കുക. അള്ളാഹു പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ പതിവാക്കുക. മടിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. ഈ മാറ്റം നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.